മരണത്തിന് ശേഷവും നമുക്ക് പുണ്യം ലഭിക്കുന്ന ചില കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങൾ. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കർമ്മങ്ങളെല്ലാം അവസാനിക്കുന്നു. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. ആ 3 കാര്യങ്ങളിൽ ഒന്ന് സ്വതക്കത്തുൻ ജാരിയയാണ്, രണ്ടാമത്തത് അറിവാണ്, ഉപകാരപ്രദമായ വിജ്ഞാനമാണ്, മൂന്നാമത്തത് സ്വാലിഹീങ്ങളായ സദ്വൃത്തരായ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, സ്വതക്കത്തും ജാരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടാലും അതിൻ്റെ പുണ്യം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മളൊരു പള്ളി ഉണ്ടാക്കുകയാണ്, ആ പള്ളി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടാലും അതിൽ ആളുകൾ വന്ന് നമസ്കരിച്ചു കൊണ്ടേയിരിക്കും. ഓരോരുത്തർ നമസ്കരിക്കുമ്പോഴും അതിൻ്റെ പുണ്യം അവർക്ക് ലഭിക്കുന്നതോടൊപ്പം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് അറിവ്. നമ്മൾ അറിവ് നേടുന്നു, ആ അറിവ് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ അതൊരു എല്ലാ ആളുകളും പിന്നെ വലിയ രൂപത്തിൽ പണ്ഡിതന്മാരായി പറഞ്ഞു കൊടുക്കണം എന്നല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ, നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ പ്രേരിപ്പിക്കുകയാണ്, അയാൾ നമസ്കാരം തുടങ്ങുന്നു, അയാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് പുണ്യം ലഭിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു നമുക്കും പുണ്യം നൽകിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് മക്കൾ, സ്വാലിഹീങ്ങളായ മക്കൾ, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി സ്വാലിഹീങ്ങളായ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് അള്ളാഹു നമുക്ക് പുണ്യം നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഇതിൽ ഏതാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ കൂടെ നമ്മൾ മരണപ്പെട്ടാലും പുണ്യം ലഭിക്കുന്ന രൂപത്തിൽ സ്വതക്കത്തുൻ ജാരിയ നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മൾ മരണപ്പെട്ടതിന് ശേഷവും പുണ്യം ലഭിക്കുന്ന രൂപത്തിൽ നമ്മൾ അറിവ് നേടി അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാണോ? അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന ഒരു ആത്മപരിശോധന തീർച്ചയായും നമ്മിലൊക്കെ ഉണ്ടാകേണ്ടതാണ്.